ഐഡിയേഴ്സ് ക്യുസാറ്റിൻ്റെ 2024 ബി.ടെക്കിൻ്റെയും ബി.ലെറ്റ് പ്രോഗ്രാമിൻ്റെയും ഇതുവരെ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കായിട്ടുള്ള സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ ഒരു നോട്ടീസാണ് കേട്ടോ. ക്യുസാറ്റ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2-ാം തീയതി 5-ാം തീയതി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ പ്രോഗ്രാമിനും എന്നാണ് ഡേറ്റ് എന്നും എവിടെയാണ് നിങ്ങൾ ചെല്ലേണ്ടതെന്നും കറക്റ്റായിട്ട് യൂണിവേഴ്സിറ്റി നമ്മളെ കറക്റ്റായിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ തന്നിട്ടുണ്ട്. സോ അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെല്ലേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ അഡ്മിറ്റ് കാർഡ്, ആധാർ കാർഡ്, 10th 12th സർട്ടിഫിക്കറ്റ്, പിന്നെ ബി.ലെറ്റ് ആണെങ്കിൽ ഡിപ്ലോമ ഏതാണോ ആ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, അപ്പോൾ അതൊക്കെ ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് ആ ഒരു ഇൻസ്ട്രക്ഷനിൽ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ബോർഡ് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അണ്ടർടേക്കിംഗ് കൊടുക്കാം. വെള്ള പേപ്പറിൽ എഴുതി കൊടുത്താലും മതി, ടൈപ്പൊന്നും ചെയ്യണമെന്നില്ല. അതിൻ്റെ ഫോമാറ്റ് നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻ വന്നില്ലേ, അതിലുണ്ട്. അപ്പോൾ അത് കൊടുത്താൽ മതി. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും റിസർവേഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ റിസർവേഷനിലൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നത് എങ്കിൽ അതിലേതിലാണോ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് ആ സർട്ടിഫിക്കറ്റുകൾ കറക്റ്റായിട്ടുള്ളത് അവിടെ ഹാജരാക്കണം. എന്നാൽ മാത്രമാണ് ആ റിസർവേഷനിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നാഷണാലിറ്റിയുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഈ പറയുന്ന പോലെ ആ ഇൻസ്ട്രക്ഷനിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് ഫില്ല് ചെയ്ത് കൊണ്ടുപോയാലും മതി കേട്ടോ. പിന്നെ ഇനി അഡ്മിറ്റ് കാർഡ് ഇല്ല എന്ന് വെച്ചിട്ട് ടെൻഷൻ ആവണ്ട. പിന്നെ നിങ്ങൾ എക്സാമിന് കൊണ്ടുപോയ അഡ്മിറ്റ് കാർഡ് തന്നെ വേണം എന്നൊന്നുമില്ല. അഡ്മിറ്റ് കാർഡ് ഒരാവശ്യമുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ നേരത്തെ ഒരു കമൻറ്റ് എവിടെയോ ഇങ്ങനെ വായിച്ചു പോയി, ടെൻഷനാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസലായി പോകുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഡേറ്റുകളൊന്ന് നോക്കാം. ബി.ടെക്കിൻ്റെ ആണെങ്കിലും ബി.ലെറ്റിൻ്റെ ആണെങ്കിലും സിവിലും CS-ഉം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങും തൃക്കാക്കര ക്യാമ്പസിൽ അഡ്മിഷൻ കിട്ടിയേക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ കിട്ടിയേക്കുന്ന കുട്ടികളുടെ ഡേറ്റ് 2-ാം തീയതിയാണ്. 9:30 മുതൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വെന്യൂ സെമിനാർ കോംപ്ലക്സ് നിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, സൗത്ത് കളമശ്ശേരി. മനസ്സിലായല്ലോ? ഡേറ്റും ടൈമും ഏതൊക്കെ പ്രോഗ്രാമാണെന്നുള്ളത് മനസ്സിലായില്ലേ? ഇനി ബി.ടെക്കിൻ്റെ ആണെങ്കിലും ബി.ലെറ്റിൻ്റെ ആണെങ്കിലും മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങും അതുപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെയും SOE ക്യാമ്പസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയവരാണെങ്കിൽ അതിൻ്റെ ഡേറ്റും 2-ാം തീയതി തന്നെയാണ്. അത് 1 മണി വരെയാണ്. അപ്പോൾ രാവിലെയുള്ള കുട്ടികൾ 9:30 സമയം പറഞ്ഞേക്കുന്ന കുട്ടികൾ 1 മണിക്ക് മുമ്പ് തന്നെയൊക്കെ ആ കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ നോക്കണം. പിന്നെ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സേഫ്റ്റിയുടെയൊക്കെ ആ ഒരു ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ്. അത് 1 മണിക്കാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ അതും സെമിനാർ കോംപ്ലക്സ് തന്നെയാണ്. ഈ പറഞ്ഞ വെന്യൂ രണ്ടും സെയിം തന്നെയാണ്. ഇനി ബി.ലെറ്റിൻ്റെ സിവിൽ എഞ്ചിനീയറിംഗ്, CS, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അതൊക്കെ ക്യുസെക്കിൽ അഡ്മിഷൻ കിട്ടിയേക്കുന്നവർക്കുള്ള ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ 5-ാം തീയതിയാണ്. അതും സെമിനാർ കോംപ്ലക്സ് നിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ക്യുസാറ്റ് കളമശ്ശേരി ക്യാമ്പസിൽ വെച്ചിട്ടാണ് ഈ ക്യുസെക്കിൽ അഡ്മിഷൻ കിട്ടിയേക്കുന്ന ഈ പറയുന്ന കോഴ്സുകളുടെയൊക്കെ വരുന്നത് 5-ാം തീയതി കേട്ടോ. ഇനി ബി.ടെക് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് 2-ാം തീയതിയാണ്. അതുപോലെ ബി.ടെക് പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 5-ാം തീയതിയാണ്. ബി.ടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിങ്ങും 5-ാം തീയതി തന്നെയാണ്. അപ്പോൾ അത് 10 മണിക്കാണ് ടൈം പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ആ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെൻറ്റായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ നിങ്ങളുടെ പ്രൊഫൈലിലോ മെയിലിലോ വന്നിട്ടുണ്ടാവും. അതനുസരിച്ചിട്ട് തന്നെ ചെല്ലുക കേട്ടോ. നിങ്ങൾക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്പർ വേണമെങ്കിൽ ജസ്റ്റ് ക്യുസാറ്റ് ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നമ്പർ കിട്ടും. ഇപ്പോൾ ക്യുസാറ്റ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് കോൺടാക്ട് ഡീറ്റെയിൽസ് എന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടും ഡിപ്പാർട്ട്മെൻറ്റ്. നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാം. 10 മണിക്ക് ശേഷവും പിന്നെ ലഞ്ച് ടൈമിൽ കോൺടാക്ട് ചെയ്യാതിരിക്കുക. ആ ഒരു ടൈമൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടുന്ന ഒരു ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മെയിലോ അല്ലെങ്കിൽ പ്രൊഫൈലിലോ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ. സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണെന്നുള്ളത് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഓർക്കുക, പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു കോൾ ലെറ്ററോ അല്ലെങ്കിൽ വേറൊരു അങ്ങനെയൊന്നും വരണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ മെയിൽ വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ പ്രൊഫൈലിൽ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ടാവും എന്നുള്ളതുള്ളൂ. ഇങ്ങനെയുള്ള വെബ്സൈറ്റിലുള്ള ഇൻസ്ട്രക്ഷനാണ് നിങ്ങൾ നോക്കിയിട്ട് ഫോളോ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്പർ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. ആ നമ്പർ കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ.
ഇനി സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണെന്നുള്ളത് ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആധാർ കാർഡ്, ക്യാറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ മതി. SSLC, 12th, ഡിപ്ലോമ, അത് ബിലെറ്റിലെ കുട്ടികൾക്കാണ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പറഞ്ഞേക്കുന്നത്. കേരളീയനാണ് എന്ന് തെളിയിക്കാൻ നമ്മൾ കീമിൽ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകളുണ്ടല്ലോ, അതായത് നിങ്ങൾ കേരളത്തിൽ തന്നെ ജനിച്ച് കേരളത്തിൽ തന്നെ ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ പ്ലേസ് ഓഫ് ബർത്ത് ഇൻസൈഡ് കേരള പറയുന്നുണ്ടെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നേറ്റിവിറ്റി പ്രൂഫായിട്ട് മതി. അതല്ല ബർത്ത് സർട്ടിഫിക്കറ്റ്, ചില സർട്ടിഫിക്കറ്റുകൾ ബോർഡിൻ്റെ ഇതിൽ ആ ഒരു പറഞ്ഞിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ളവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. കേരളത്തിൽ തന്നെ ജനിച്ച കുട്ടികളാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അതും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നേറ്റിവിറ്റി, വില്ലേജ് ഓഫീസിൽ നിന്ന് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കിട്ടും. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളും നമുക്കിപ്പോൾ നേറ്റിവിറ്റി പ്രൂഫിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി കേരളത്തിൽ അല്ല നിങ്ങൾ ജനിച്ചത്, പക്ഷേ നിങ്ങളുടെ പാരൻസ് ആരെങ്കിലും കേരളത്തിൽ ജനിച്ചവരാണെങ്കിലും നിങ്ങൾ കേരളീയനായിട്ട് തന്നെ കണക്കാക്കും. അപ്പം അങ്ങനെയുള്ളവരുടെ കേസിൽ നിങ്ങളുടെ പാരൻസ് ആരാണോ കേരളത്തിൽ ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ജനന സർട്ടിഫിക്കറ്റ്, ജനനം പ്രൂഫ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ്, പറയുന്നുള്ള SSLC സർട്ടിഫിക്കറ്റ് ആവാം, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ആവാം, അല്ലെങ്കിൽ പാസ്പോർട്ടും ഇപ്പോൾ എനിക്ക് തോന്നുന്നു പ്രൂഫായിട്ട് അംഗീകരിക്കാറുണ്ട്. പിന്നെ നിങ്ങളും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും കേരളീയനാണ്, ആ ഒരു കെയർ ഓഫിൽ ഇദ്ദേഹത്തിൻ്റെ മകനായതുകൊണ്ട് ഞാൻ കേരളീയനാണ്, അപ്പോൾ അവർ നിങ്ങളുള്ള ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും വേണം കേട്ടോ. നോർമൽ കേസിൽ വേണ്ട, ഇങ്ങനെയുള്ള കാര്യത്തിൽ കേരളീയനാണെന്ന് തെളിയിക്കാൻ ആ ഒരു ഇത് വേണ്ടി വരും കേട്ടോ. പിന്നെ ലാസ്റ്റ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള TCയും CCയും. അപ്പോൾ റിപ്പീറ്റേഴ്സൊക്കെ ആണെങ്കിൽ CC ഒന്ന് പുതുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിങ്ങനെ പുതുക്കിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അഡ്മിഷനൊന്നും ക്യാൻസലായി പോകില്ല. പറ്റുമെങ്കിൽ നിങ്ങൾ ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് അതൊന്ന് പുതുക്കി വാങ്ങുക. നിങ്ങളിപ്പോൾ ഗവൺമെൻറ് സ്കൂളിലൊക്കെയാണ് പഠിച്ചെങ്കിൽ അവിടെ തന്നെ ചെന്നാൽ ചിലപ്പോൾ അത് പുതുക്കിയൊക്കെ തരും. കാരണം ഗവൺമെൻറ് സ്കൂളിലെ HM ഒക്കെ ഗസ്റ്റഡ് ഓഫീസറാണ്, അപ്പോൾ അവർക്ക് അതിനുള്ള അധികാരമുണ്ട്, അത് നൽകാനുള്ള ഇതുമുണ്ട്. അപ്പോൾ അത് ചെയ്യും. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ അവർ പ്രിൻസിപ്പൽസ് ഒന്നും അല്ലെങ്കിൽ HM ഒന്നും ഗസ്റ്റഡ് ഓഫീസറല്ല, അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിനുള്ള ഇതുണ്ടാവില്ല. ഗവൺമെൻറ് സ്കൂളിലാണെങ്കിൽ ഓക്കെയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് ആ ഒരു TC, അത് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നൊക്കെയുള്ളത്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ആ ഒരു ഫോമാറ്റ്, നിങ്ങളുടെ TCയുടെ ഒരു ഫോമാറ്റ് ഉണ്ട്, അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ അടുത്തുള്ള ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് നിങ്ങളുടെ പഴയ TCയും ഇപ്പോൾ ഈ ഒരു ഫോമാറ്റ് അതും കൂടി. അപ്പോൾ നിങ്ങൾ സ്കൂളുകളിലാണെങ്കിലും ചിലപ്പോൾ അവിടെ ആ ഫോമാറ്റ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചതെങ്കിൽ അവിടെ ചെന്നാൽ ഗസ്റ്റഡ് ഓഫീസറുടെ ഇതുള്ള ആളാണ്, അപ്പോൾ നിങ്ങൾക്കത് പുതുക്കി തരും എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ആ ഫോമാറ്റ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ആ TCയുടെ ഫോമാറ്റ് ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ അത് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കൊണ്ടുവരാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഞാൻ അത് കൂടുതൽ സമയം പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഓരോ വീഡിയോ അത് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ വർഷം അത് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, കുട്ടികൾക്ക് അത് ആവശ്യമുള്ളതുകൊണ്ട്. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഏതാണോ അതൊക്കെ ആവശ്യമുള്ളതൊക്കെ കൊണ്ടല്ല കേട്ടോ. പിന്നെ ഇവിടെ ഒരു കാര്യം, അത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, സർട്ടിഫിക്കറ്റ് ഇംഗ്ലീഷിലോ മലയാളത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്ത വേർഷൻ അത് നമുക്ക് ആവശ്യം വരാറില്ല. മറ്റ് കേരളത്തിന് പുറത്തുള്ള ചില സ്റ്റേറ്റുകളുടെ സർട്ടിഫിക്കറ്റുകളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. പിന്നെ സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ നാഷണാലിറ്റിയുടെ ആ ഒരു ഇതിൻ്റെ താഴെയും കിടക്കുന്നുണ്ട്, ആ ഒരു ഡോക്യുമെൻ്റ് ഇതിൻ്റെ താഴെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിൽ കോൺടാക്ട് നമ്പേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കോൺടാക്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ, ഇതെനിക്ക് തോന്നുന്നു കിസാറ്റ് അഡ്മിഷൻ കോൺടാക്ട് നമ്പറാണ് അല്ലേ. ഇതിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണോ ആ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി, അപ്പോൾ അത് കിട്ടും. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനോടനുബന്ധിച്ച് നിങ്ങളോട് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.